അപ്പോൾ ഹല്ല ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായി. ഇനി ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോകണം, ഗ്രോസറീസ്. അപ്പോൾ ഇവിടെയുള്ള ഒരു വലിയ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോണത്. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെയൊക്കെയാണ്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, ഇൻക്ലൂഡിങ് കുപ്പി. അപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങണമെന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടീഷർട്ടും ട്രാക്ക് പാൻസൊക്കെ ഇട്ടാണ് നടക്കുന്നത്. തേർമൽസ് ഇപ്പോൾ ഇടാറില്ല, ആദ്യം വന്ന സമയത്ത് ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തണുപ്പൊക്കെയായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിച്ച് കയറ്റിയിട്ട് വേണം പോകാൻ, ഇല്ലാണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിനകത്ത് കുറച്ച് ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ അവിടെ വരെ എത്താനായിട്ട് അധികം ദൂരം ഇല്ല, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. കോഫ്ലൻ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തത്. പക്ഷേ അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പണിയാണ്. അപ്പോൾ അത് കാരണം എല്ലാം വലിച്ച് കയറ്റിയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതാണ് പുറത്തോട്ട് പോകാനുള്ള വേഷം. തെർമൽസ്, ടീഷർട്ട്, ജീൻസ്, ഇവിടെ തെർമൽ, വൂളൻ സോക്സ് ആൻഡ് ജാക്കറ്റ്. ഞാനൊരു കാർഡിഗൻ ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ എൻ്റെ ആവശ്യമില്ല. അത്രയും തളക്കുന്നതിന് മുന്നേ നമ്മളവിടെ എത്തും. പിന്നെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. സോ ഇത് മതി, ഇത് മതിയൊന്ന് വിശ്വസിക്കുന്നു. ഇനി തണുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. സോ വി ക്യാൻ അഡ്ജസ്റ്റ്. അപ്പോൾ ശരി, ഇനി കോഫ്ലാൻഡിൽ എത്തിയിട്ട് കാണാം. അല്ലെങ്കിൽ അതിന് മുന്നേ പോകുന്ന വഴിക്കും എല്ലാം കാണുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ഇത് വാട്ടർ പ്രൂഫാണ്, മഴയ്ക്കൊരു ചാൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇതിടുന്നതാണ് നല്ലത്. വേറെ ഏതെങ്കിലും ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നനയാന്നുള്ള ചാൻസ് ഉണ്ട്. ഇതാണെങ്കിൽ ഇതിനൊരു ട്രെയിൻ കവറുണ്ട്. സോ വി ആർ ഫൈൻ. ഓക്കെ, അപ്പോൾ ശരി. ഞങ്ങളുടെ ഇൻഷുറൻസ് വന്നു ഗൈസ്, മെഡിക്കൽ ഇൻഷുറൻസ്. ഇതാണ് ഞങ്ങളുടെ പോസ്റ്റ് ബോക്സ്. അത് നമുക്ക് ഇൻഷുറൻസ് വന്നിട്ടുണ്ട്. പിന്നെ വേറെ സാധനം കൂടി കാണിച്ചു തരാം. ഇവിടെ ആരുടെയോ ബർത്ത്ഡേ ആണെന്നുള്ളൂ, കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. പോയിട്ട് പോകണം. ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വേറെ സാധനമാണ്, ഞങ്ങൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു കവറിനകത്ത് കുപ്പിയാണ് ഗൈസ്, കുപ്പി. ഈ കുപ്പി അവിടെ കൊണ്ട് കൊടുത്താൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ പൈസ വെച്ച് പിന്നെയും കുപ്പി മേടിക്കും. അതാണ് കുപ്പി പരിപാടി. ജിംനേഷ്യം ആണോ അത്? ഓ, ആ ജിംനേഷ്യം അല്ല, ഇതെനിക്ക് വേണേ നമ്മുടെ ഫിസിയോതെറാപ്പി ഇല്ലേ, ആ പരിപാടി എന്തോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ. ജസ്റ്റ് സ്ട്രെയിറ്റ് ആൻഡ് ടു ദ ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കോഫ്ലൻഡ് എത്തി. അതാണ് കോഫ്ലൻഡ് ആൻഡ് അതാണ് വൂൾവർത്ത്. വൂൾവർത്ത് ഒരു തുണി കം സ്റ്റേഷനറി കടയാണ്. അവിടെ കുറേ നല്ല നല്ല സാധനം കിട്ടും, ഭയങ്കര വിലയൊന്നുമില്ല. കൂടുതലും ലേഡീസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് പുറത്തിങ്ങനെ ഓഫറിൽ കുറേ സാധനമൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് തന്നെ കിട്ടും. ഇതാണ് കോഫ്ലൻഡ്. കോഫ്ലാൻഡ് ഞങ്ങൾ ആദ്യം കുപ്പി കൊടുക്കുന്ന മെഷീനിലേക്ക് പോട്ടെ, വർക്കൊന്നും നടത്തില്ല, നോക്കാം. കോഫ്ലാൻഡിനകത്ത് കയറി ഗൈസ്. കയറുമ്പോൾ തന്നെ കുപ്പി, പക്ഷേ ഇതൊന്നുമല്ല. പിന്നെ കണ്ട ഐറ്റം ഓൺ ദ മെനു ഇതാണ് കിടക്കുന്നത്. 299, 249. ഓക്കെ, സ്ട്രോബെറി സൈസ് കാണിച്ചെടുക്കും. പക്ഷേ മഞ്ഞൂർ ജിരിക്കുന്നുണ്ടോ ഇതുണ്ടോ ഗൈസ്, ചക്ക സ്ട്രോബെറി ഫോക്കസ്. ഒരു ബിഗ് സ്ട്രോബെറീസ് ഫോർ 259 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? തേനി മുക്കി കഴിക്കും, സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിരിക്കും. സരോജ് കുമാർ 249 എത്രയാടാ? 180 225 ആ, 180 225, ഏകദേശം 225 രൂപ വരും ഗൈസ്. അത് ശരിക്കും പറയാം ആ സൈസിന് വെച്ചാൽ നല്ലതാണ്. മുഴുത്ത സ്ട്രോബെറിയാണ് ഗൈസ്, മുഴുത്ത സ്ട്രോബെറി. കൊണ്ട് തിന്നു നോക്കാം, ഗുണം ഉണ്ടോ മെച്ചമുണ്ടോ എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഐറ്റം ഞങ്ങൾ എടുക്കട്ടെ. അടുത്ത ഐറ്റം എടാ ഇത് കൊടുത്തിട്ട് വരാൻ മതി, അല്ലെങ്കിൽ ഇത് വെറുതെ വള്ളിയാവും. ഞങ്ങൾ ആദ്യം ഇങ്ങനെ കുപ്പി കൊടുക്കാൻ നോക്കട്ടെ ഗൈസ്. ഈ കുപ്പി ഞങ്ങൾ ഇതുവരെ ഈ മെഷീനകത്തിട്ട് കൊടുത്തിട്ടില്ല. ഈ ഞങ്ങൾ ഇടുമ്പോഴത്തേക്കിനി വയ്യാവേലി ആവുമോ എന്നറിയത്തില്ല. ഇതാണ് മെഷീൻ, ഇതല്ലേ? ഇത് തന്നെ
അയ്യോ ഇതിന് കാർഡ് വേണോ? കാർഡ് ബേക്കാ? കാർഡ് വേണോടാ? ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഗ്ലാസ് കുപ്പികൾ ഇയാളുടെ കൊടുക്കണം. പ്ലാസ്റ്റിക് കുപ്പി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്ലിപ്പ് വരും. വേറെ പരിപാടിയൊന്നും ഇല്ല. പക്ഷേ ഈ ക്യാൻ ഇതിനകത്ത് ഇടാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് പറയാം ഗൈസ്. ഈ ചങ്ങായിക്കാണ് കുറച്ചധികം കുപ്പി. ഇത് സ്കാൻ ചെയ്യും ഗൈസ്, നോക്കിക്കോട്ടെ. പറയുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടോ 75 സെൻറ്റ് തിരിച്ച് കിട്ടി ഗൈസ്. പേ ഔട്ട്. അപ്പോൾ നമുക്ക് ചീട്ട് കിട്ടി. ഹായ്, ഈ ചീട്ട് നമ്മൾ ക്യാഷ് കൗണ്ടർ കൊടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അടുത്ത ഞങ്ങൾ ചില്ലും കുപ്പി ഈ ചേട്ടൻ്റെ അടുത്ത് കൊടുക്കാൻ പോവാണ്. ചിൽ കുപ്പേ. Sorry? Das ist kein Pfand. Oh, you can't take this? I can't take it. Okay. This is fine, but I can't take this. Okay, fine. വൈൻ്റെ കുപ്പി അവർ എടുക്കില്ല, ബിയർ കുപ്പി തിരിച്ചെടുക്കും. എനിക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കുപ്പികൾ മാത്രമേ എടുക്കുള്ളൂ എന്ന് തോന്നുന്നു. താങ്ക് യു. അങ്ങനെ പിന്നെ നമ്മൾക്ക് 32 യൂറോ കിട്ടി. ശരി, 32 സെൻറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ 1 യൂറോ 90 രൂപ. കുപ്പിയെടുത്ത് 90 രൂപ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിനി ബാക്കി പർച്ചേസിലേക്ക് കിടക്കട്ടെ. അധികമൊന്നുമില്ല, കുറച്ച് പെട്ടാ. ഞാൻ കുപ്പിയുടെ സെക്ഷൻ കാണിച്ചു തരാം. അത് അടിപൊളിയാണ്, സെറ്റാണ്. പിന്നെ ചെസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബേക്കറി സെക്ഷൻ. ഇതെല്ലാം ബ്രെഡ്സ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ്സ്. ഇത് പാക്ഡാണ്. കുറേ ടൈപ്പ് ബ്രെഡ്സ് ഉണ്ട്. ഇവിടെയും വേറെ കുറേ ബ്രെഡ്സ് ഉണ്ട്. ഇവിടെ ബ്രെഡ് നിന്ന് മേടിക്കും ഗൈസ്. ഇത് അടിപൊളി ബ്രെഡാട്ടോ, ഈ പറഞ്ഞ ബ്രെഡ് ബട്ടർ ടോസ്റ്റ്. ഇതാണ് ഞങ്ങൾ എപ്പോഴും മേടിക്കാറുള്ള ബട്ടർ ടോസ്റ്റ്. അടിപൊളി സാധനമാണ്. പിന്നെ വേറെ കുറേ ടൈപ്പ് ഓഫ് ബ്രെഡ്സ് ഉണ്ട്. ഇത് സാൻഡ്വിച്ച് ബ്രെഡ്. ഇപ്പുറത്ത് കുറേ മൾട്ടിഗ്രെയിൻ അതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു. സ്വീറ്റ് ബ്രെഡാണ്, നമ്മൾ മേടിക്കാറില്ല. മേടിച്ച് നോക്കിയിട്ടില്ല. സിനമൺ റോൾസ്. സിനമൺ റോൾസ് എടാ, ഇത് മേടിച്ചാലോ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സത്യമായിട്ട്. സിനമൺ റോൾ അത് 1 യൂറോ കിട്ടും. സിനമൺ റോൾ 1 യൂറോ 79 സെൻറ്റ്. മധുരമുള്ളത് നമുക്ക് നടന്നത്. ഓക്കെ ഗൈസ്, ഇതൊരു മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സിനമൺ റോൾ എത്ര വരും നോക്കാം. ഇനി വൈൻ കുടിക്കണ്ട, വേറെ കുടിച്ചാൽ മതി. ഇത് തന്നെ പറ, അതിൽ കട്ടില്ല. ഇവിടെ വേറെ ഇങ്ങനത്തെ ക്രിസ്പീസ് അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ് ആണ്. ഇതൊക്കെ കുറേ ഉണ്ട്. ഇവിടെ നമ്മൾ നടന്ന് നമ്മൾ ആകെ വട്ടായി പോകും. ഇതെന്താണത്? പിന്നെ എല്ലാം പിന്നെ ജർമ്മൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. ബ്രാൻഡ് ബ്രെഡ് തീർന്നിട്ട് എടുത്താൽ മതി. അങ്ങനെ വേറെ സാധനം തിന്ന് തീർക്കാണ്ടല്ലോ. ഇത് ഇത്ര. പിന്നെ ഇത് ബ്രെഡ് മുറിക്കുന്ന മെഷീനാണ്. ആ ചേച്ചി ബ്രെഡ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ കുറേ ടൈപ്പ് ഓഫ് ബ്രെഡ്സ്. ഇത് പിന്നെയും വേറെ കുറേ ടൈപ്പ് ഓഫ് ബ്രെഡ്സ്. ഇത് മറ്റേ ഇവരുടെ ഒരു മെയിൻ കഴിക്കുന്ന സാധനമാണിത്. ഇവിടുത്തെ എന്താ അതിൻ്റെ പേര്? ഇതാണ് തോന്നണം. അത് ഇതിൻ്റെ ആയിരിക്കും അല്ലേ? ഇതാണ്. അതല്ലല്ലോ. അത് തന്നെയാണ് തോന്നുന്നത് ഈ സാധനം. പക്ഷേ ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഉപ്പാണ്. പിന്നെ അങ്ങനെ ഭയങ്കര ഹാർഡാണ് ടേസ്റ്റ്. ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഓഫീസിൽ പോയപ്പോഴത്തേക്കും ഞങ്ങളുടെ കൈ ഞങ്ങൾക്ക് തന്നായിരുന്നു. ഇതെന്തോ പഫ്സ് പോലത്തെ സാധനം. പിന്നെ നമ്മുടെ ക്രോസോൺസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസോൺസ്, ഡോനട്ട്സ്, ചോക്ലേറ്റ്സ്, വാനില, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ. ഇതെന്തായിരുന്നു? ഡോനട്ട്, മിൽക്ക ഡോനട്ട്, കുറേ മിനി ഡോനട്ട്സ്, കുറേ സാധനമുണ്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാകും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ് ഉള്ളത്. നമ്മുടെ വണ്ടി എന്ത് ഇതെന്താ എടുക്കാനുള്ള? ആട്ടയാണ് ഇവിടുത്തെ കോമഡി പീസ്. ഇവിടെ ആട്ടയ്ക്ക് പറയുന്നത് വീസൻ മേൽ എന്നാണ്. ഈ വീസൻ മേൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആട്ടയും വരും, നമ്മുടെ പിസയുടെ ഡോവും വരും. ഇത് പഞ്ചസാര ഇവിടെ അതവിടെ. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഡോവും വരും, എല്ലാം വരും. അപ്പോൾ നമുക്ക് ആട്ട വേണമെന്നുണ്ടെങ്കിൽ
ഇവിടെ നമ്പർ ഉണ്ടോ 630. അതുപോലെ 1050. ഈ സാധനം ഇതാണ് നമ്മുടെ ഇന്ത്യൻ ആട്ട. ഇത് 1 കിലോ ഉള്ളൂ. 1 കിലോ മതിയോ? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എത്ര രൂപയായിരുന്നു? 5 കിലോ അല്ലേ? അല്ല 1 കിലോ അല്ല, 2 കിലോ ആയിരുന്നു 2 കിലോ ആയിരുന്നു. അവർ. ഒരെണ്ണം കൂടി മേടിക്കാം. ഇത് വാങ്ങിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാം. ശരിയാ, ഇത് നല്ലതാണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ മൈദയ്ക്കാണെന്നുണ്ടെങ്കിൽ മൈദ ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് നമ്പർ. അതിൻ്റെ നമ്പർ ഞാൻ മറന്നുപോയി. ഇത് ഡിഫറെൻ്റ് ആണോ? 550. അത് വേറെ. വോൾക്കോൺ അത് വേറെ എന്തോ സംഭവമാണ്. ഇതെല്ലാം നമ്മൾ ChatGPT അടുത്ത് ചോദിച്ചിട്ടാണ് ഇതെല്ലാം പിടിക്കുന്നത്. പിസ്സ മേൽ ഇതാണ് പിസയ്ക്കുള്ള. അപ്പം അങ്ങനെ ഓരോന്നിനും ഓരോരോ മുദ്രകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ 8ൻ്റെ പണി കിട്ടും. 8 പണി കിട്ടും. 405 അല്ല 550 എന്നുണ്ടായിരുന്നു ഇതിൻ്റെ. ഓക്കെ വേണ്ട, ഇവിടെ വേറെ ഒരു ടൈപ്പ് ഉണ്ട്. 1050 1150. പിന്നെ ഇതെന്തിൻ്റെ സെക്ഷനാണ്? ഇത് പാസ്ത ഒരുപാട് വെറൈറ്റി ഉണ്ട്. പാസ്ത ഈ 2 അയൽ, ഈ അയലും കംപ്ലീറ്റ് പാസ്തയാണ്. പിന്നെ ഞാൻ നോക്കട്ടെ കേട്ടോ, വേറെ ഞാൻ കാണിച്ചു തരാം. 2 ടൈപ്സ് ഗാർലിക്. ചക്ക ഗാർലിക്. നമുക്ക് ചെറുതായാലും മതി. എത്രയാണ്? €1 ആകെ എത്ര ഉള്ളു ഗൈസ് ഗാർലിക്? പക്ഷെ നല്ല ഭംഗിയുള്ള ഗാർലിക് അല്ലേ? ഒരേ ഈവൻ സൈസ് ഗാർലിക് ആയിരിക്കും. അതിന് €1 അപ്പോൾ 110 രൂപ എങ്ങാണ്ട്. പൊട്ടറ്റോ ആണ് സാർ നമ്മളെ ചതിച്ചത് ഇന്നലെ. പക്ഷെ പൊട്ടറ്റോ ആയിപ്പോയി. ഇവിടെ പക്ഷേ വേറെ പൊട്ടറ്റോ കാണാനില്ലല്ലോ. സവാളയെ കണ്ടോ? ഇത് എന്താ ഭംഗി! നല്ല റൗണ്ട് സവാള ഉണ്ട്. ഇവിടെ 2 ടൈപ്പ് സവാള ഉണ്ട്, റെഡ് ആൻഡ് വൈറ്റ്. ബൈ 1 ഗെറ്റ് 1 ആണ് എടുത്തത്. ഇത് സാലഡ് ഡ്രസ്സോളി അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മുടെ പൊട്ടറ്റോൻ്റെ തോട് കുറച്ചും കൂടി. ഇത് ഭയങ്കര നൈസ് പൊട്ടറ്റോ ആണല്ലോ. ഇത് മറ്റേ പോലെ തന്നെ ആടാ. ChatGPT ചോദിക്കും വാട്ട് ഈസ് ക്ലോസസ്റ്റ് ടു ദ ഇന്ത്യൻ പൊട്ടറ്റോ. ഇന്ത്യയിൽ ശരിക്കും പറയാൻ കുറേ പൊട്ടറ്റോ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമേ നമ്മുടെ ടൈപ്പ് പൊട്ടറ്റോ ഉള്ളൂ. ഇവിടെ ഇതിനെ വിളിക്കുന്നത് കർത്തോഫൽ എന്നാണ്. ഇതുണ്ടോ കർത്തോഫലിൻ്റെ പൊട്ടറ്റോ ഇവരുടെ മെയിൻ ഒരു ഐറ്റമാണ്. ഇവർ ഈ സാധനം വെച്ചിട്ട് പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഞങ്ങളതൊന്നും കഴിച്ച് നോക്കിയിട്ടില്ല. ചേട്ടന് ചോറുന്നരല്ലേ പറ്റുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞ പുറത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ സാധനം കഴിച്ച് നോക്കാം. മറ്റേ ടർക്കിഷ് ഡോണർ സ്ഥലത്ത് ഈ പൊട്ടറ്റോ വെച്ചിട്ട് ഒരു സാധനം അവരുണ്ടാക്കും. അത് ആൾക്കാർ മേടിച്ച് കുറേ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊട്ടറ്റോ കണ്ടുപിടിക്കട്ടെ ഗൈസ്. എന്നിട്ട് വരാം. ഞങ്ങൾ ഈ പൊട്ടറ്റോ ChatGPT ചോദിക്കുകയാണ് ഗൈസ്, ഇത് എന്ത് പൊട്ടറ്റോ ആണെന്ന്. അവൻ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നു. കമൺ ChatGPT ആണ് ഞങ്ങളുടെ രക്ഷകൻ പല സന്ദർഭങ്ങളിൽ. എന്താ ചോദിച്ചേ? വിച്ച് വെറൈറ്റീസ് പൊട്ടറ്റോ അതല്ല ചോദിച്ചത്. ദിസ് വൺ ക്ലോസ് ടു അതല്ല, വിച്ച് വെറൈറ്റീസ് പോയില്ല, സാധനം പോയില്ല. ഇവിടെ ഈ കോഫ്ലാൻഡിൻ്റെ കയറുമ്പോൾ തന്നെ ഉള്ള സ്ഥലത്ത് സിഗ്നൽ റേഞ്ച് ഇത്ര കുറവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ChatGPT ചോദിച്ചിട്ട് വരാം. സ്പൈസ് സെക്ഷൻ ആര് ആള് വിളിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. ഇവിടെ കുറേ എന്തൊക്കെയോ സ്പൈസസ് ഉണ്ട്. ഇത് നമ്മളെ സ്പൈസസ് ഒന്നുമല്ല. നമ്മുടെ സ്പൈസസ് ഒന്നും ഇവിടെ നോക്കിയാൽ കിട്ടയില്ല. കുറച്ചൊക്കെ ചില്ലി ഫ്ലേക്സ്. അത് എന്ത് ഫ്ലേക്സാണ്? നമ്മുടെ പ്രൈസ് നോക്കി. വേണ്ട, ടു എക്സ്പെൻസീവ്. പെപ്പർ. ഇത്രയും പെപ്പറിന് കണ്ടോ ജെൻസ? ഇത് കാണുന്നുണ്ടോ ജെൻസ? ഇത്രയും പെപ്പറിന് ഇവിടെ മേടിക്കുന്നത് €2.30 എന്ന് പറഞ്ഞാൽ ഏകദേശം 250 രൂപ. ഓക്കെ, ചില്ലി ബണ്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഗൈസ്. ഇതുണ്ട, ഇത് ഇത്രയും സ്പൈസസ് ആണ്. ഓക്കെ പോവാ. ഇതിൻ്റെ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഫൈൻ ഫ്രൂട്ട്സ് വിത്തൗട്ട് ഷുഗർ. ആ വീഗൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ആനിമൽ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിലും കോൺഫ്ലിക്ട്സ് അത് ഉണ്ടാവില്ലല്ലോ. ദാറ്റ്സ് ഫൈൻ. ഫുഡിയുടെ എന്താ കൊണ്ടുവേണ്ടി പിന്നെ എന്താണ് തൈര്, യോഗട്ട്. ഇനി അടുത്ത് യോഗട്ട് മേടിക്കട്ടെ. ഞങ്ങൾ ഈ സാധനം മ്യൂസ്ലി യോഗട്ടും കുറച്ച് സ്ട്രോബെറി ജാമിട്ട് മിക്സ് കഴിക്കാൻ അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലിൻ റോളർ. ഓക്കെ, ഈ വണ്ടി ഒന്ന് നമുക്ക് ഒതുക്കിയാലോ. ഇനി ലിൻ റോളർ നോക്കട്ടെ ഗൈസ്. അല്ലെങ്കിൽ ഈ അതേ ഇവിടെ ഉണ്ടോ വേറെ കോൺഫ്ലെക്സ്. ഇതാണ് പ്രശ്നം ഗൈസ്. 2 അയിലുണ്ടായിരുന്നു കോൺഫ്ലെക്സ്. കണ്ട ഈ ഒരു അയിൽ, അപ്പുറത്തെ അയിൽ, ഇപ്പുറത്തെ അയിൽ. പക്ഷെ ഇതൊക്കെ പിള്ളേർ സെറ്റ് സാധനം കേട്ടാ. ഇതാണ് ഇത് ഇവിടെ വന്നുള്ള പ്രശ്നമാണ്. 4 സാധനം മേടിക്കാൻ വന്ന 2 മണിക്കൂർ പോയി കിട്ടും. ചിലപ്പോൾ അപ്പുറത്തും ഉണ്ടാവും, അവിടെ നോക്കാം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇല്ല, ഇപ്പുറത്തില്ല. ഇപ്പുറത്തെന്തോ ഇത് ഉപ്പിലിട്ട സാധനങ്ങൾ കേട്ടോ. കാന്താരി മുളക്, പിരിപ്പിരി കാന്താരി അല്ലേ യാമേ, കാന്താരി മുളക്. ഓഹോ, പിന്നെ വേറെ കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലോട്ട് ഓഫ് ഉപ്പിലിട്ടസ്. ഈ സെക്ഷൻ മൊത്തം ഉപ്പിലിട്ടാണ്. ഇവിടെ കാന്താരി മുളക് ഉപ്പിലിട്ടത്. അത് വേണ്ടല്ലോ, നമുക്ക് ഇതിന് ട്രൈ ചെയ്ത് നോക്കിയാൽ പോരെ. അപ്പോൾ അതിന് ട്രൈ നോക്കട്ടെ. മയോ കഴിഞ്ഞിട്ടില്ല. മയോ കഴിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ്ടേ. ലിൻ റോളർ. ഞങ്ങളുടെ ലിൻ റോളർ നോക്കട്ടെ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് വരാം. ഇവിടെ ഷൂവും സോക്സും കിട്ടും ഗൈസ്. ചെരുപ്പ്, സ്ലിപ്പേഴ്സ്, ഇവിടെ എല്ലാം കിട്ടും. ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങളുള്ള സ്ഥലമാണ്. പൊതുവല വെയിറ്റ് നോക്കണ മെഷീൻ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കാണും, എവിടെയെങ്കിലും കാണും വെയിറ്റ് നോക്കുന്ന മെഷീൻ. പെട്ടി നാട്ടിലോട്ട് പോകുമ്പോൾ. ഓ, ദാറ്റ്സ് നൈസ്. പൂച്ചക്കുള്ള സാധനങ്ങൾ. ഇത് ഗാർഡൻ, മറ്റേ കോൺ ഷേവിങ്സ്. അത് സ്ലിപ്പേഴ്സ്. ഇത് നാട്ടിൽ പറ്റൂല, നല്ല ചൂടായിരിക്കും ഇവിടെ. പക്ഷെ അത് ഭയങ്കര ചൂടാണ്. ഒന്ന് കാണിച്ചേ. ഷോമി പിള്ളേർക്ക് ഇഷ്ടമാവും, പക്ഷെ കാല് പുഴുക്കും. ഇവിടെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെയാണ് കുഴപ്പമില്ല. പിള്ളേരുടെ ഷൂസൊക്കെ ഉണ്ട് കേട്ടോ. അത് സാധനം കൊള്ളാം. അതെന്തോ ഒരു മറ്റേ മോൺസ്റ്റർ ജീവനെ പോലെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഇട്ട് നടക്കാൻ നല്ല രസമായിരിക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ പണിയാവും. ഇത് റെയിൻ ഷൂസ് കണ്ട. ഇവിടെ റെയിൻ ഷൂസൊക്കെ ഇട്ട് നടക്കും ഗൈസ്. റെയിൻ ഷൂസ്. പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഈ ഷൂസ് കണ്ടു. നല്ല അടിപൊളി ലെതർ ഷൂസാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ഈ പ്രോഡക്റ്റിൻ്റെ ഈ സാധനത്തെ മാത്രം പ്രൈസ് എഴുതൂല. അവർക്ക് എന്തോ ഒരു വിമിഷ്ടമാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ സാധനം അറിയാണ്ട് മേടിച്ചുകൊണ്ട് പോയി അവൻ ചൂരിൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചൂരിൽ പുറം ചൊറയാനായിരിക്കടാ. അല്ലല്ലല്ല, ഇതെന്താ അറിയോ, നമ്മുടെ ബാസ്ക്കറ്റില്ലേ, നമ്മുടെ ലോണ്ടറി ബാസ്ക്കറ്റ്, അതുപോലത്തെ സാധനം ഉണ്ടാക്കാനായിരിക്കും ഇത്. അല്ലെങ്കിൽ പിള്ളേരെ തല്ലാന്നല്ല. ഇവിടെ പിള്ളേരെ തല്ലിക്കഴിഞ്ഞാൽ അപ്പം തന്നെ, അതെ, പിള്ളേരെ തല്ലിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും. ആ സാധനം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഷൂസ്, ഈ ഷൂസ് പ്രൈസ് ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ബ്രാൻഡ് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഓരോ പ്രൈസ്. അപ്പോൾ തപ്പത്ത് പോകുമ്പോൾ ഇവിടെ വന്നിട്ടിരിക്കും. ഇതുണ്ട ടൗൺ ലാൻഡ് ബൂട്ട്സ്, €10.49. ഏകദേശം 1000 രൂപയുള്ളൂ. അത്യാവശ്യം നല്ല കിടലൻ സോളൊക്കെയാണ്. ഓൺലി 1000 റുപ്പീസ്. നല്ല വോമാണ് തോന്നണം അകത്ത്. ഇവിടെ അങ്ങനെയാണ്. ചില സാധനങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാളും ഭയങ്കര വിലക്കുറവായിരിക്കും. ഇത് വർക്ക് ബൂട്ട്സാണ് കേട്ടോ. വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട ഹീല്, സ്റ്റീൽ ടോ അല്ല, എന്നാലും കുഴപ്പമില്ല, മാനേജബിൾ. ഒരാൾ ലിൻ റോളർ മേടിച്ചിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞ ആളാണ്. വേഗം കാണിച്ചതേ വേഗം നടക്കും. ഓരോ സാധനം പൊക്കി ഇതൊന്നും ആവശ്യമുള്ള സാധനമാണ്. എന്നാലും പൊക്കി കിടക്കും. ഇതെന്താ ലൈറ്റോ, സീലിംഗ് ലൈറ്റ്. ഇതെന്താ ഇരുന്ന് കുളിക്കുന്ന സാധനം? ഹീറ്റ് ലാമ്പ് അല്ലേ? ഹീറ്റ് ലാമ്പാണ് തോന്നുന്നത് ഗൈസ്. ഇതേ അടുത്തത്. ഇതെന്താ കാർ സീറ്റാ? ബൂസ്റ്റർ സീറ്റ്. കാർ സീറ്റ് അല്ല, ബൂസ്റ്റർ. €14.
ടൂൾ ബോക്സസ്. ഓ ഇനിയിപ്പോൾ വാങ്ങൊന്നും മേടിക്കണ്ട, നമുക്ക് നമ്മുടെ പറ്റി എന്നെ കൊണ്ട് പോവാം. വാ വാ വാ. ഇവിടെ വെയിൻ മെഷീൻ ഉണ്ടോ? എടാ അത് നിങ്ങൾക്ക് പോകുമ്പോൾ പോരെ, ഇപ്പം തന്നെ വേണോ? വാ നമുക്ക് മറ്റേ ലിൻ റോളർ മേടിച്ചിട്ട് പോവാം. ഫുഡ് കുക്ക് ചെയ്യണം. പക്ഷേ എന്താ ഉണ്ടാക്കാൻ പോണേ? എന്താ കുക്ക് ചെയ്യേണ്ടത്? ചിക്കനുണ്ട്, ടർക്കി ഉണ്ട്, ബ്രെഡുണ്ട്, സോസേജ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഉരുളക്കിഴങ്ങ്, സവാള, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ വീട്ടിലുണ്ട്. കാർട്ട് ഇതാവരിക്കുന്നു. ഇതാണ് ഇവിടെ വന്നാൽ ഞാൻ വട്ടായി പോകും. ഇതാണ് പ്രശ്നം. കോഫി മേക്കർ കുറേ ഉണ്ട് കേസ്. ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒന്നും കാണിക്കില്ല. ഇനി ഞങ്ങൾ മറ്റേ ലിൻ റോളർ മേടിച്ചിട്ട് ഞാൻ ലിക്കർ സെക്ഷനിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കാം. അത് മിക്കവാറും ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുള്ളൂ, ബിക്കോസ് അത് കുറേ കാണിക്കാനുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോലും ഉണ്ടാവില്ല. ഞങ്ങളല്ലെങ്കിലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. പിന്നെ അതിൻ്റെ പുറത്ത് വീഡിയോ കൂടെ എടുക്കുകയാണെന്ന് നേരത്താണെന്നുണ്ടെങ്കിൽ ഇനിയും കുറേ സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ശരി. ലഞ്ചിന് ഈ ബ്രെഡ് മേടിച്ച് ജസ്റ്റ് വീട്ടിൽ സോസേജ് ഉണ്ട്. അപ്പോൾ സോസേജ് ഇതാക്കിയിട്ട് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തിട്ട് ഇടയിൽ വെച്ച് കുറച്ച് മയോ ഇതൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിരുന്നു. സാറിന് ചോറും പരിപ്പറിയാണ്, അത് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഷോപ്പിംഗ്. അങ്ങനെ മേടിച്ച് കഴിഞ്ഞ് ഗൈസ്. 23 യൂറോ 44 സെൻറ്റ്, ഏകദേശം ഇത്രേ ഉള്ളൂ സാധനം. ആകെ ഒറ്റ സാധനം അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. ഇവിടെ ഈ സാധനത്തൊക്കെ ഇത്ര പൈസ വരും. വട്ടിടൂ. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന നിർത്തിയാൽ നമുക്ക് പകുതി സമാധാനമാണ് കേട്ടോ. നമുക്ക് ഇപ്പോഴും ആ കൺവേർഷൻ മറ്റേ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തലക്കിടന്ന് ഓടുന്നുണ്ട്. 10 900 20 1800 ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് ഒന്ന് പുറത്ത് തരണം. പക്ഷെ നമുക്ക് ഒരു ഫസ്റ്റ് മന്ത് സാലറി വന്നാലേ ആ ഒരു നിൽക്കുള്ളൂ. കാരണം പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് എത്രയാണ് കൈ കിട്ടണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൻ്റെ പുറത്ത് തന്നെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, കണ്ടല്ലോ. ഇവിടെ ഇവരെ എല്ലാം അടച്ചു കൂട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഒരു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിർത്തും. ഈ ഡോണർ സ്ഥലം ഒരു 9 മണി വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ബാക്കി നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.